വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് രാവിലെ അടുക്കളയിൽ നിന്ന് തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ശാലിനി. ഈ സമയത്ത് അരി തിളച്ച് തൂകുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഓടി വരികയാണ് ശ്യാമ. ശേഷം അത് കലം വാങ്ങി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം ശ്യാമ ശാലിനിയോട് ചോദിക്കുകയാണ്, ശാലിനി ചേച്ചി, ഇത് ഏത് ലോകത്താണ്? അരി തിളച്ച് തൂകി ഇപ്പോൾ പുറം മൊത്തം ആയനയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ശ്യാമ അടുപ്പിൻ്റെ പുറത്തേക്ക് എരിഞ്ഞുകൊണ്ടിരുന്ന തീയും വിറകുമൊക്കെ അണച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും ശ്യാമ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞേച്ചി എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന്. അന്നേരം സോറി പറയുകയാണ് ശാലിനി. അന്നേരം ശ്യാമ പറയുകയാണ്, എന്തിന് സോറി? ആരോടാണ് ചേച്ചി സോറി പറയുന്നത്? ഇന്നലത്തെ രാത്രിത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്ക്. പിന്നെ ആദ്യ രാത്രി വണ്ടിയിൽ പാഞ്ഞെത്തി മകൻ്റെ മണിയറ വാതിൽ മുട്ടി മകനെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത്രയ്ക്ക് വൃത്തികെട്ടതല്ലേ അപ്പോൾ അവരുടെ മനസ്സ്? പിന്നെ കടപ്പാടിൻ്റെയും വാക്കുകൊടുക്കലിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് അതിൻ്റെ കൂടെ വരാനായിട്ട് ഒരു പെണ്ണും ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ നിൽക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, അങ്ങനെയൊന്നും പറയരുത് ശ്യാമേ. സത്യാമ്മയുടെ അറിവോടെ അല്ല ഇങ്ങനെ ഒരു മണിയറ ഒരുക്കിയതെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളായിരുന്നു. പക്ഷേ മണിയറവാതിൽ മുട്ടി സത്യാമ്മ വിളിച്ചപ്പോൾ ആകെ വിളറി നിൽക്കുന്ന വിഷ്ണുട്ടൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ. നമ്മളെല്ലാവരുടെയും മുമ്പിൽ ആകെ വിളറി വെളുത്ത് ഒരു നാണം കെട്ട അവസ്ഥയായി ഒരു ഉത്തരവും ഇല്ലാതെ നിൽക്കുന്ന ആ മുഖമാണ് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അടി കിട്ടിയതൊന്നുമല്ല, വിഷ്ണുട്ടൻ്റെ ആ അവസ്ഥയാണ് എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. അല്ലാതെ അതെൻ്റെ മനസ്സിലങ്ങ് തിളച്ച് മറിയുകയാണ്. അല്ലാതെ അരി തിളച്ചതൊന്നുമല്ല എന്ന് പറഞ്ഞ് കരയുകയാണ് ശാലിനി. പിന്നെ സുസ്മിതയുടെ വിവാഹം കഴിയുന്നത് വരെ നമ്മൾ തമ്മിലൊരു ദാമ്പത്യബന്ധം ഉണ്ടാകില്ല എന്ന് അങ്ങോട്ട് സത്യമ്മയ്ക്ക് വാക്ക് കൊടുത്തത് ഞാനാണ്. ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ കെട്ടുപൊട്ടിക്കാൻ നിൽക്കുന്ന ഒരു കള്ളിയുടെ അവസ്ഥയായില്ലേ എനിക്ക്? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മാനം കെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് സങ്കടപ്പെടുകയാണ്. സത്യാമ്മ തല്ലിയതിലൊന്നും എനിക്ക് സങ്കടമില്ല. വിഷ്ണുവേട്ടനോട് ഞാനൊരു 100 വട്ടം സമ്മതിച്ചതാണ്. എന്നോടെങ്കിലും വിഷ്ണുവേട്ടന് പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങൾ ശാലിനി ശ്യാമയോട് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നാണോ ചേച്ചി പറയുന്നത്? വിഷ്ണുവേട്ടനോടൊപ്പം ഒരു ദാമ്പത്യബന്ധം ചേച്ചിയും ആഗ്രഹിച്ചില്ലേ? ഇല്ല എന്ന് മനസ്സിൽ കൈവച്ച് ചേച്ചിക്ക് അത് പറയാൻ പറ്റുമോ? ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ വിഷ്ണുവിനെ ന്യായീകരിച്ച് ശ്യാമയും പറയുകയാണ്. ആ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ ശാലിനി തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാലിനിയെ തിരിച്ചു നിർത്തിയിട്ട് ശ്യാമ പറയുന്നുണ്ട്, ഇല്ല കുഞ്ഞേച്ചിക്ക് അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പാപം ഒരിക്കലും കഴുകിക്കളയാൻ കുഞ്ഞേച്ചിക്ക് ആവില്ല. വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ കുഞ്ഞേച്ചി മാത്രമേ ഉള്ളൂ. എപ്പോഴും ശാലിനി എന്നല്ലേ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ഏക ഒരാൾ കുഞ്ഞേച്ചി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടെ നിന്നും അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ശ്യാമ പോയ ശേഷം ശ്യാമ വിഷ്ണുവിനെ ന്യായീകരിച്ച് പറഞ്ഞതൊക്കെ ഓർത്തങ്ങ് സന്തോഷിക്കുന്നുണ്ട് ശാലിനി. അതിനുശേഷം വിഷ്ണുവുമായിട്ടുള്ള കുറേ നല്ല മുഹൂർത്തങ്ങളും ശാലിനി മനസ്സിലൂടെ ഓടിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി പറയുന്നുണ്ട്, പാവം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, എനിക്കറിയാം എനിക്ക് അറിയൂ എന്നും പറഞ്ഞ് ശാലിനി ചിരിച്ചവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം വിഷ്ണു കട്ടിലിൽ കിടന്നുകൊണ്ട് ആകെ വിഷമിച്ച് തലേ ദിവസം രാത്രി ശാലിനി പാലുമായിട്ട് വന്നതും സത്യഭാമ അവിടേക്ക് വന്നതും ശാലിനിയെ അടിച്ചതും പിന്നീട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമൊക്കെ വിഷ്ണു ഓർത്ത് വിഷമിച്ച് കിടക്കുകയാണ്. ഈ സമയത്താണ് രാഘവൻ നായർ വീൽചെയറും തള്ളിക്കൊണ്ട് അവിടേക്ക് വരുന്നത്. ആദ്യം മോനെന്ന് വിളിക്കുമ്പോൾ വിഷ്ണു വിളി കേൾക്കുന്നില്ല. പിന്നീട് എഴുന്നേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണ്. അന്നേരം നിന്നെ ഞാൻ കുറേ നേരം താഴെ കാത്തു, കാണാഞ്ഞപ്പോഴാണ് വന്നത് എന്ന് പറയുന്നു. നേരം വെളുത്തു, ഇത്രയും നേരമായി നീ എന്താ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് വിഷ്ണു. ഈ സമയത്ത് സുസ്മിതയും സത്യഭാമയും കൂടി റൂമിലേക്ക് വരുന്നുണ്ട്. ഞാനങ്ങ് ചുരുങ്ങി ചെറുതായതുപോലെ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, നീ ചെറുതായതല്ല, മറ്റുള്ളവർ വലുതാക്കാൻ ശ്രമിച്ചതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് രാഘവൻ നായർ പറയുകയാണ്. നേരം കുറേയായി, നീ എന്താ ഉപവാസമാണോ? ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വരാമെന്ന് സത്യഭാമ ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം എനിക്ക് വിശപ്പില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട്, സത്യഭാമയുടെ മുഖത്ത് നോക്കാതെ തന്നെ. അന്നേരം കളിയാക്കി രാഘവൻ നായരെ നോക്കിയിട്ട് സത്യഭാമ ചോദിക്കുകയാണ്, അതെന്താ നിനക്ക് കുടുംബശ്രീയിൽ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്നുണ്ടോ? അന്നേരം അവന് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കും, നീ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നതും വഴക്ക് പറയുന്നതും എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുകയാണ്, രാഘവേട്ടനൊന്നും മിണ്ടാതിരുന്നേ. നീ ഇനി കുടുംബശ്രീ വീട്ടിലേക്കാണ് ഇനിയും ഭക്ഷണം കഴിക്കാനായിട്ട് കയറി ചെല്ലുന്നതെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കണമെന്നില്ല. അവിടുത്തെ കണ്ണാടിക്കൂട്ടിൽ പല നിറത്തിലും തരത്തിലുമുള്ളതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. കൂട്ടത്തിൽ സമാധാനം കൂടി വിളമ്പിത്തരുമെങ്കിൽ അതും നിനക്ക് വയറു നിറച്ച് എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനെ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് രസിച്ചങ്ങ് അടുത്തു തന്നെ നിൽക്കുകയാണ് സുസ്മിതയും. അത് കേട്ട് ദേഷ്യപ്പെട്ട് രാഘവൻ നായർ പറയുകയാണ്, മതി ഫാമേ നിർത്ത്. ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത് ഒരു മരപ്പാവയല്ല, ഇവൻ്റെ അച്ഛൻ, അതായത് നിന്റെ ഭർത്താവ്. നിന്നെ കൊണ്ട് പ്രവർത്തിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് രാഘവൻ നായർ ദേഷ്യത്തോടെ പറയുന്നുണ്ട്.
അന്നേരം വീണ്ടും ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, അയ്യോ ഞാൻ ആരെയും കളിയാക്കുന്നില്ല, പക്ഷേ ഇവൻ്റെ ന്യായം പറയുന്ന അച്ഛൻ ഇവൻ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ന്യായം കൂടി എനിക്ക് പറഞ്ഞു തരണം. സുസ്മിതയുടെ വിവാഹം കഴിക്കുന്നത് വരെ ആദ്യ രാത്രി അങ്ങനെയുള്ളൊരു ചടങ്ങുകളോ ആഘോഷിക്കില്ല എന്ന് ഇവനും കൂടി ചേർന്നാണ് എനിക്ക് വാക്ക് തന്നത്. അപ്പോൾ തെറ്റിച്ചതും ഇവൻ തന്നെ. എടാ, വാക്കിനായാൽ വില വേണം. പണ്ടവന് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഒരുപാട് വഴക്ക് പറയുകയാണ് സത്യഭാമ. അന്നേരം വിഷ്ണു ഒരു മറുപടിയും ഇല്ലാതെ നിൽക്കുമ്പോൾ അവസാനം ക്ഷമ കെട്ട് രാഘവൻ നായർ ഉച്ചത്തിൽ പറയുകയാണ്, മതി നിർത്ത്, എപ്പോഴും സുസ്മിത സുസ്മിത. നിന്റെ ആരാണ് സുസ്മിത? പണ്ട് ഏതോ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയുടെ ഏതോ ഒരു മകൾ, അല്ലാതെ എന്തു ബന്ധമാണ് നിനക്ക് അവളുമായിട്ടുള്ളത്? അവളുടെ വിവാഹം കഴിയുന്നതുവരെ മക്കൾക്കൊരു കുടുംബജീവിതം ഉണ്ടാകില്ല എന്ന് ഏത് പുസ്തകത്തിലാണ് എഴുതി വെച്ചത്? എവിടത്തെ ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ദേഷ്യത്തോടു കൂടി ശബ്ദമുയർത്തി ഭാമയോട് ചോദിക്കുന്നുണ്ട് രാഘവൻ നായർ. രാഘവൻ നായരുടെ ഭാമയോടുള്ള ദേഷ്യം കണ്ട് വിഷ്ണു പറയുകയാണ്, അച്ഛാ വേണ്ട, എൻ്റെ ഒരു പ്രശ്നം കാരണം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട. ഏത് സംഭവത്തെയും നേരിടാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ഞാൻ എന്നൊക്കെ ഒരു വിങ്ങലോടുകൂടി വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുകയാണ്, എടാ നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. എന്തായാലും നിന്റെ പ്രവൃത്തികളെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പെണ്ണൊരുത്തി വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഇപ്പോൾ നിന്റെ അച്ഛനെയും എനിക്കെതിരെ ഒരു ആയുധമാക്കി മാറ്റി. എന്തായാലും വാക്ക് കൊടുക്കുന്നതിന് മുമ്പേ ആലോചിക്കണം, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ. പിന്നെ ഈ വീട്ടിൽ സത്യഭാമയുടെ വാക്കിന് മാത്രമേ വിലയുള്ളൂ. അതിനെ ആരൊക്കെ എതിർത്താലും ഏത് വേദപുസ്തകത്തിൽ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ശരി, സത്യഭാമയുടെ വാക്ക് മാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയും കൂട്ടിക്കൊണ്ട് ദേഷ്യത്തോടുകൂടി സത്യഭാമ റൂം വിട്ടു പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. ശ്യാമയും ശാലിനിയും ശാരദാമ്മയും ശാന്തയും രാജിയും ഒക്കെ ചേർന്ന് ഓടി നടന്ന് ഭക്ഷണമൊക്കെ വിളമ്പുന്ന ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമ. അതിനുശേഷം ശാലിനി ഭക്ഷണമൊക്കെ വിളമ്പിയ ശേഷം ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് ദൂരത്തേക്ക് മാറി നിൽക്കുകയാണ്. അന്നേരം ശ്യാമ ചെന്ന് തിരക്കുന്നുണ്ട്, ചേച്ചി വല്ലതും കഴിച്ചായിരുന്നോ എന്ന്. അന്നേരം നീ എന്തിനാ അത് അറിയുന്നതെന്ന് തിരക്കുകയാണ് ശാലിനി. അന്നേരം ശ്യാമ പറയുകയാണ്, അതറിയാതെ പിന്നെ ഇന്നലെ രാത്രി മുതൽ ചേച്ചി ഒരു ജലപാനം ചെയ്തിട്ടില്ല. രാവിലെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഒക്കെ കണ്ടു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. നീ ഇനി അതെല്ലാവരോടും വിളമ്പാനൊന്നും നിൽക്കണ്ട. വിശപ്പുള്ളവർക്ക് ഞാൻ വിളമ്പും, അതാണ് അന്നം വിളമ്പുന്നവരുടെ ചുമതല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് വെള്ളവും കുടിച്ചുകൊണ്ടങ്ങ് നടക്കുകയാണ് ശാലിനി. അമ്മമാരങ്ങനെ പല തത്വങ്ങളും പറയും, അതൊക്കെ അങ്ങ് വിഴുങ്ങിയാൽ വിശപ്പ് മാറില്ല. ചേച്ചി എന്തെങ്കിലും കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി മാറി വെറുതെ ഇരിക്കുമെന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം വെറുതെ ഇരിക്കാനോ എന്തെങ്കിലും ജോലി ചെയ്യാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്? മനസ്സാകെ ക്ലാവ് പിടിക്കും, പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുമെന്ന് ശ്യാമയോട് പറയുകയാണ് ശാലിനി. ഈ സമയത്താണ് വസുമതി ശാലിനി ഫോൺ ചെയ്യുന്നത്. ഞാൻ വസുമതിയാണ്, നീ ഇവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നല്ലോ, അതിനുള്ള ഉപാധിയും ഞാൻ പറഞ്ഞതാണ് DNA ടെസ്റ്റ്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മകനാണ് എന്ന് ഉറപ്പ് വരുന്നത് വരെ അവിടെ നിന്നാരും ഇങ്ങോട്ട് വരികയോ ഇവിടെ നിന്നാരും അങ്ങോട്ട് പോവുകയോ അവളെ പുറത്തു വിടുകയോ ചെയ്യില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ല. പിന്നെ ഇവളിവിടെ ഒരു ജോലിയും ചെയ്യില്ല. മുറ്റത്ത് കമഴ്ന്ന് കിടക്കുന്ന ഒരു പ്ലാവില പോലും അവൾ കമഴ്ത്തി വെക്കില്ല. പിന്നെ ഇനി അവളുടെ ആതുര ശുശ്രൂഷ വേണ്ടി എനിക്ക് ആളിനെ വെക്കാനൊന്നും പറ്റില്ല എന്ന് വസുമതി പറയുകയാണ്. അന്നേരം ആതുര ശുശ്രൂഷയ്ക്കോ മനസ്സിലായില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വസുമതി പറയുകയാണ്, മനസ്സിലാവാനൊന്നുമില്ല, അവൾ ആ വയറും വെച്ചുകൊണ്ട് ബാത്റൂമിലൊന്ന് വീണു, അത് പറയാനാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. ഇതിപ്പോൾ ആദ്യം പറയേണ്ടത് അവളുടെ വീട്ടുകാരെടുത്താണ്, പക്ഷേ ആ വീട്ടുകാരും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. അവളുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അർജുനാണ് എന്നറിഞ്ഞാൽ മാത്രമേ ആ ബന്ധം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യമുള്ളൂ. അന്നേരം ഈ സംഭവമെല്ലാം കേട്ട് അയ്യോന്ന് ഉറക്കെ വിളിക്കുകയാണ് ശാലിനി. ഇത് ശാരദാമ്മയും ശ്യാമയും രാജിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനിയുടെ ഭാവമൊക്കെ കണ്ട് എന്തുപറ്റി മോളെ എന്നൊക്കെ ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം വസുമതി പറയുകയാണ്, ഞാനും നീയുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം കാരണം അന്യായ ഒരു പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇത് പറയാനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം പ്രീതിക്ക് എന്തു പറ്റിയെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്നൊക്കെ ശാലിനി തിരക്കുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ വസുമതി പറയുകയാണ്, ഞാനിപ്പോൾ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് നോക്കാം എന്നും പറഞ്ഞ് വസുമതി അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ശാരദാമ്മ വന്ന് തിരക്കുകയാണ് ശാലിനിയോട് കാര്യങ്ങൾ. അന്നേരം പ്രീതി ബാത്റൂമിൽ വീണു എന്നുള്ള വസുമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി തിരികെ വസുമതിയെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അന്നേരം എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, ഞാൻ പോയിട്ട് വരാമെന്ന് ശാലിനി ശാരദാമ്മയോട് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നു, ഞാൻ കൂടി വരാം, വയറ്റി എണ്ണയായിട്ടിരിക്കുന്ന പെണ്ണല്ലേ, എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന്. അന്നേരം വേണ്ട, ഹോട്ടലിൽ ആൾ വേണ്ട, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ശാലിനി പ്രീതിയെ കാണാനായിട്ട് പുറപ്പെടുകയാണ്.
ഇതേ സമയം വിഷ്ണു ആകെ വിഷമിച്ച് സത്യഭാമയുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നടക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ശാലിനി ഒന്ന് വിളിച്ചതുമില്ല, സംസാരിച്ചതുമില്ല. നേരിട്ട് വിളിച്ചാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് വിചാരിക്കുകയാണ് വേണ്ട, അല്ലെങ്കിൽ ശാരദാമ്മയെ വിളിക്കാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മയെ ഫോൺ ചെയ്യുകയാണ് വിഷ്ണു. ഫോൺ വിളിക്കുന്ന വിഷ്ണു ശാരദാമ്മ എന്നോട് ഇന്നലത്തെ നടന്ന സംഭവങ്ങൾക്കൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ താഴ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അതൊന്നും സാരമില്ല മോനെ, സത്യാമ്മയെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്തതല്ലല്ലോ. പിന്നെ മോനിപ്പോൾ എവിടെയുണ്ട്, പ്രീതിയുടെ അടുത്താണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ വീട്ടിലാണെന്ന് പറയുന്നു. അന്നേരം എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം മോൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ, പ്രീതി ബാത്റൂമിൽ വീണു, ശാലിനി അങ്ങോട്ട് പോയിരിക്കുകയാണ്, മോനും അവിടെ ആണെന്ന് കരുതി ആ വിശേഷം അറിയിക്കാനാണ്, ആ കാര്യം പറയാനാണ് എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ ശാരദാമ്മ പറയുന്നു. അന്നേരം പെട്ടെന്ന് വിഷ്ണുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത ശേഷം വസുമതിയുടെ വീട്ടിലേക്ക് ജീപ്പും എടുത്ത് പോവുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് വസുമതിയുടെ വീട്ടിലേക്ക് ശാലിനി എത്തുകയാണ്. റൂമിൽ ചെന്ന് പ്രീതിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പ്രീതി അന്നേരം കട്ടിലിരിക്കുകയാണ്. പ്രീതിയുടെ നടുവൊക്കെ തടവി കൊടുക്കുകയാണ് ശാലിനി. നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്, ബാത്റൂമിൽ വീണെന്നല്ലാതെ വേറൊന്നും പറഞ്ഞില്ല, തിരിച്ചു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഡോക്ടറെ വിളിക്കാനുള്ള മര്യാദ പോലും അവർ കാണിച്ചില്ല എന്നും പറഞ്ഞ് പ്രീതി സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം പുറത്ത് സിറ്റൗട്ടിൽ നടക്കുന്ന വസുമതിയോട് ചിത്ര വന്ന് തിരക്കുന്നുണ്ട്. അവളുടെ കാര്യം തിരക്കിയോ, എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമല്ലേ എന്നൊക്കെ ചിത്ര ചോദിക്കുന്നുണ്ട്. അന്നേരം നിനക്ക് ഈ പെട്ടെന്ന് മനസ്ഥിതി എവിടെ നിന്ന് വന്നു എന്ന് പിന്നെ വസുമതി തിരക്കുന്നുണ്ട്. അന്നേരം അതൊന്നുമല്ല, അവൾ പോയാൽ പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് ചെയ്യും എന്ന് ചിത്ര പറയുകയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ജോലിക്കാരിക്ക് കാശ് കൊടുക്കുന്നത് എന്നും ചിത്ര ചോദിക്കുകയാണ്. അന്നേരം വസുമതി പറയുകയാണ്, ഓ അവൾക്ക് എന്ത് കൂടുതൽ പറ്റാനാണ്, കൂടുതൽ പറ്റിയാൽ ആ വയറ്റിലെ കുഞ്ഞങ്ങ് കലങ്ങിപ്പോവും, അല്ലാതെ ഒന്നും സംഭവിക്കാനായിട്ട് പോണില്ല. അത് നമ്മുടെ അർജുൻ്റേതാണ് എന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് കലങ്ങിയാലും അതങ്ങ് പോട്ടെ എന്ന് വസുമതി വയ്ക്കും എന്ന് വസുമതി പറഞ്ഞു തീരുന്നതിന് മുമ്പെയാണ് വിഷ്ണുവിൻ്റെ ജീപ്പ് മുറ്റത്തേക്ക് വരുന്നത്. വിഷ്ണു സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കസേരയിലിരുന്ന വസുമതി കാലുമേ കാലെടുത്ത് വയ്ക്കുകയാണ്. അന്നേരം അത് മൈൻഡ് ചെയ്യാതെ എൻ്റെ അനിയത്തി എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം ദേഷ്യത്തോടു കൂടി വസുമതി പറയുകയാണ്, DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാതെ ഇങ്ങനെയുള്ള സൗഹൃദ സന്ദർശനങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന്. അന്നേരം ദേഷ്യത്തോടു കൂടി പല്ലൊക്കെ കടിച്ചു പിടിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, എൻ്റെ അനിയത്തി, അതും ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ് ബാത്റൂമിൽ വീണമെന്ന് കരുതുമ്പോൾ ഓടിപ്പാഞ്ഞ് വരാതിരിക്കാൻ അത്രയ്ക്ക് മണ്ണുണ്ണിയൊന്നുമല്ല ഈ വിഷ്ണു എന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണ് വിഷ്ണു. അന്നേരം കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് നീ എന്നെ പേടിപ്പിക്കാൻ വന്നതാണോ എന്ന് വസുമതി ചോദിക്കുകയാണ്. അന്നേരം വസുമതിക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് അങ്ങനെ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ തലയിട്ടാൽ നിങ്ങൾ പേടിക്കും എന്ന് കൈയൊക്കെ ചുരുട്ടി പിടിച്ച് വിഷ്ണു പറയുകയാണ്. വിഷ്ണുവിൻ്റെ ആ ഭാവമാറ്റമൊക്കെ കണ്ട് സംഗതി പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്ന വസുമതി, പ്രീതി അകത്തുണ്ട്, നിനക്ക് വേണമെങ്കിൽ പോയി കാണാമെന്ന് പറയുന്നു. അന്നേരം എന്തിനാ കാണാൻ അനുവദിച്ചതെന്ന് ചിത്ര തിരക്കുന്നുണ്ട്. സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ പാടില്ല എന്നല്ലേ എന്ന് ചിത്ര ചോദിക്കുകയാണ്. അന്നേരം വസുമതി പറയുകയാണ്, അത് അവനറിയാമോ എന്ന് നമുക്കറിയില്ലല്ലോ, അവൻ്റെ മനസ്സാണെങ്കിൽ ശരിയല്ല, ഇങ്ങനെ നടക്കുന്നവനാണ് എല്ലാവരെയും വെട്ടാനും കുത്താനും ഒക്കെ നടക്കുന്നത്, അവൻ്റെ കയ്യിൽ നിന്നും ഒന്ന് കിട്ടിയാൽ ഇരിപ്പത് തന്നെയാണെന്ന് വസുമതി പറയുന്നുണ്ട്. ഈ സമയത്താണ് പ്രീതി എന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് വരാൻ തുടങ്ങുന്നത്. അന്നേരം ശാലിനി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അയ്യോ വിഷ്ണു ഏട്ടനെ എങ്ങനെ അറിഞ്ഞോന്ന് അറിയില്ലല്ലോ എന്ന്. പിന്നെ പ്രീതിയോട് ശാലിനി പറയുകയാണ്, വസുമതി ആൻറ്റി തിരിഞ്ഞു നോക്കിയില്ല എന്നും വിഷ്ണു ഏട്ടൻ അറിയണ്ട, പിന്നെ ഞാൻ ഇവിടെ ഉള്ള കാര്യവും അറിയണ്ട എന്നും പറഞ്ഞ് അങ്ങ് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ശാലിനി. അന്നേരം പ്രീതി ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാറിയില്ലേ എന്താണെന്നൊക്കെ, അതൊക്കെ പിന്നെ പറയാമെന്നും പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് റൂമിൻ്റെ വേറൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് ശാലിനി വിഷ്ണു കാണാതെ. ഞാനിവിടെയുണ്ട് വിഷ്ണുവേട്ടാന്ന് പ്രീതി പറയുമ്പോൾ ആ റൂമിലേക്ക് എത്തുകയാണ് വിഷ്ണു. എന്തുപറ്റി, എന്താടി സംഭവിച്ചത് എന്നൊക്കെ സ്നേഹത്തോടെ വിഷ്ണു കാര്യങ്ങൾ തിരക്കുകയാണ്. ഇല്ല വിഷ്ണുവേട്ടാ, ഒന്നും സംഭവിച്ചില്ല, ബാത്റൂമിലൊന്ന് വീണു, നാട് ചെറുതായിട്ട് ഇടിച്ചു എന്ന് പ്രീതി പറയുകയാണ്. അന്നേരം കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിഷ്ണു തിരക്കുന്നുണ്ട്. ഇല്ല വിഷ്ണുവേട്ടാ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പ്രീതി പറയുകയാണ്. കുറച്ച് ദിവസത്തേക്ക് ആരുടെയെങ്കിലും സഹായം വേണം സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ന് പ്രീതി പറയുന്നു. അന്നേരം അർജുൻ ഇല്ലേ എന്നും വിഷ്ണു തിരക്കുകയാണ്. ഇല്ല, ഒരു കേസിൻ്റെ കാര്യത്തിന് പോയിരിക്കുകയാണ്, വൈകിട്ടേ വരൂ എന്ന് പ്രീതി പറയുന്നു. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല വേറെ ആരും വന്നില്ലേ എന്ന്. അന്നേരം വിഷ്ണുവേട്ടൻ ആരാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലെന്തോ വച്ചിരിക്കുന്നത് പോലെയാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട്.
അല്ല, ശാലിനി വന്നില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അവൾ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ തിരക്കിയ ശേഷം പോയി എന്ന് പ്രീതി പറയുന്നു. അപ്പോൾ അവൾ നിന്നോട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ എന്താ അറിയേണ്ടത്, എന്താ പ്രശ്നം, എന്തായാലും എന്നോട് തുറന്നു പറയുമെന്ന് പറയുകയാണ് പ്രീതി. അത് ഞാൻ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ചീറ്റിപ്പോയി. അതെങ്ങനെയാണ് വിഷ്ണുവേട്ടാന്ന് തിരക്കുകയാണ് പ്രീതി. അത് അമ്മ ഞങ്ങൾക്ക് അനുവാദം തന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്. സത്യത്തിൽ അമ്മ അങ്ങനെ ഒരു അനുവാദമൊന്നും തന്നില്ല. ഞാൻ ബുദ്ധിപരമായിട്ട് ഒരു മിമിക്രി ഒപ്പിച്ച് സാധിച്ചതാണ് അതെന്നൊക്കെ വിഷ്ണു ആകെ ചമ്മിയ അവസ്ഥയിൽ പ്രീതിയുടെ അടുത്തേക്കിരുന്ന് പറയുകയാണ്. ഇതൊക്കെ ശാലിനിയും കേൾക്കുന്നുണ്ട്. അന്നേരം എങ്ങനെയാ കാര്യങ്ങൾ തുറന്ന് വ്യക്തമായിട്ട് പറയുമെന്ന് പറയുകയാണ് പ്രീതി. ആരും അറിയാതെ ഞാൻ ഒപ്പിച്ച ഒരു കുസൃതിയാണ്. അന്നേരം ഏട്ടൻ സംഗതി പറയുമെന്ന് പ്രീതി പറയുകയാണ്. അന്നേരം നടന്ന സംഭവങ്ങൾ, അന്ന് സത്യഭാമ കിടന്നുറങ്ങുമ്പോൾ വിഷ്ണു ലേസൊക്കെ മുഖത്ത് വെച്ച് സത്യഭാമയെ അനുകരിച്ച് ചോദിച്ചതും സത്യഭാമ പറഞ്ഞ മറുപടിയും ഒക്കെ കാര്യങ്ങൾ പ്രീതിയോട് വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ ശാലിനി അവിടെ ഉണ്ടെന്ന് വിഷ്ണു അറിയുന്നില്ല. ആ ഒരു ധൈര്യത്തിലാണ് വിഷ്ണു പറയുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ശാലിനിക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. ഈ സംഭവങ്ങളെല്ലാം കേട്ടങ്ങ് വായടച്ച് പൊട്ടിച്ചിരിക്കുകയാണ് പ്രീതി. അന്നേരം വിഷ്ണു പറയുകയാണ്, ചിരിക്കണ്ട, ശാരദാമ്മയും ശാലിനിയും അടക്കം എല്ലാവരും കരുതിയത് അമ്മ സമ്മതിച്ചു എന്നാണ്. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും, അതിൻ്റെ കാര്യത്തിൽ അവൾ പിണങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. സത്യമായിട്ടും ഇനി എനിക്ക് ചിരിക്കാൻ വയ്യ ശാലിനി, നീ ഇത് കേട്ടോ എന്ന് പറയുകയാണ് പ്രീതി. അന്നേരമാണ് മറഞ്ഞു നിന്നിരുന്ന ശാലിനി അങ്ങനെ പുറത്തേക്ക് വരുന്നത്. ശാലിനിയെ കണ്ട് വിഷ്ണു ആകെ ചമ്മിയങ്ങ് എഴുന്നേൽക്കുകയാണ്. അയ്യോ, ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ആകെ ചമ്മി വിഷ്ണു ചോദിക്കുന്നുണ്ട്. സോറി വിഷ്ണുട്ടാ, ശാലിനി ഇവിടെ ഉണ്ടെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അന്നേരം വല്ലാത്ത ചതിയായിപ്പോയി, നല്ല പെട വെച്ച് തരും എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരോട് കാണിച്ച ചതിയോ, പാവം ശാലിനിക്ക് ഒരടിയും വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല, സോറി എന്ന് ശാലിനിയോട് വിഷ്ണു പറയുകയാണ്. അന്നേരം കൈ ഉയർത്തി, വേണ്ട, സോറിയൊന്നും പറയണ്ട, എനിക്ക് അടി കിട്ടിയതിലൊന്നും വിഷമമില്ല. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ എന്നെ മാനം കെടുത്തിയില്ലേ, ആ സുസ്മിതയുടെ മുമ്പിൽ വരെ എന്നെ മാനം കെടുത്തിയില്ലേ, വാക്ക് തെറ്റിക്കുന്നവളായിട്ട് കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് വിഷ്ണുവിനോട് ശാലിനി. അതിനിപ്പോൾ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനൊന്നുമില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല, സോറി എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, വേണ്ട, തെറ്റ് ചെയ്ത് കാണിച്ചിട്ട് സോറി അങ്ങ് പറഞ്ഞു തീർന്നാൽ മതിയോ? ഞാനിവിടെ ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ പ്രീതിയോട് ഇതൊക്കെ പറഞ്ഞത്. ഇവിടെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ അറിയത്തുമില്ലായിരുന്നോ? എൻ്റെ ശാലിനി, ഇനി അതിൽ പിടിച്ച് തൂങ്ങണ്ട, എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം കിട്ടിയാൽ മതി, അതങ്ങ് ഊതി വീർപ്പിച്ചോളും എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാലിനി. എന്ത് കൊച്ചു കാര്യം, സ്വന്തം ജീവിതത്തിലും ഇങ്ങനെ മിമിക്രിയും കാണിച്ചങ്ങ് നടന്നാൽ മതിയോ? മറ്റുള്ളവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, ദേ ഇപ്പോൾ സോറി പറഞ്ഞതും മിമിക്രി അല്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷ്ണുവിനെതിരെ ദേഷ്യത്തോടെ വാതോരാതെ അങ്ങ് സംസാരിക്കുകയാണ് ശാലിനി. ഇപ്പോൾ ഈ കാണിക്കുന്ന മിമിക്രിയൊക്കെ മറ്റുള്ളവർക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന് വിഷ്ണുവിനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ശാലിനിയുടെ ചോദ്യങ്ങൾക്ക് ആകെ സഹിയിട്ട്, എൻ്റെ ദൈവമേ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്നും പറഞ്ഞ് വിഷ്ണു പോകാനൊരുങ്ങുന്നു. അന്നേരം വിഷ്ണുവേട്ടാന്ന് വിളിക്കുകയാണ് പ്രീതി. അന്നേരം തിരിഞ്ഞു വന്നിട്ട്, എടി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല, തൽക്കാലത്തേക്കുള്ളതൊക്കെ ശാലിനി ചെയ്തു തരും എന്ന് പറയുന്നു. അന്നേരം ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു ഇറങ്ങുകയാണ് പ്രീതിയോട് യാത്ര പറഞ്ഞിട്ട്. പോകാൻ നേരം ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിഷ്ണു. ഇറങ്ങാൻ നേരം വിഷ്ണു ഹാളിലെത്തുമ്പോൾ വസുമതി തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ നീ നിൻ്റെ അനിയത്തിയെ കാണിച്ചത്, കാണാൻ പോയത്? ഇത്രയും അഹങ്കാരം നീ കാണിച്ച സ്ഥിതിക്ക് ഞാനൊരു തീരുമാനമെടുത്തു. നിൻ്റെ അനിയത്തിയെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകാനൊന്നും ഇവിടെ ആളില്ല. ഒരു വേലക്കാരിയെ ഉടൻ വയ്ക്കണം. അത് നിൻ്റെ ഭാര്യയാണെങ്കിൽ ഭാര്യ, നിൻ്റെ അമ്മയാണെങ്കിൽ അമ്മ. വസുമതിയുടെ സംസാരമൊക്കെ ഇട്ട് കൈയൊക്കെ ചുരുട്ടി പിടിച്ച് കണ്ണൊക്കെ ചുമന്നു വരികയാണ് വിഷ്ണുവിന്. പക്ഷെ ദേഷ്യം പുറത്ത് കാണിക്കാതെ വിഷ്ണു ശാലിനി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടായാലും സ്വയം ക്ഷമിക്കണം, പ്രീതിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ അന്ന് പ്രീതിയെ കൊണ്ടുവരാൻ നേരം ശാലിനി പറഞ്ഞ കാര്യങ്ങൾ. തുടർന്ന് വസുമതി അത്രയും പറഞ്ഞ ശേഷം അങ്ങ് മാറിപ്പോകുമ്പോൾ ഉടൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വസുമതി അങ്ങ് പോവുകയാണ്. അന്നേരം ഒന്നും ചെയ്യാനാകാതെ കൈയൊന്നേ ചുരുട്ടി പിടിച്ച് ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്നും ഇറങ്ങുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ മിഴിരണ്ടൻ സീരിയലിലെ നരേന്ദ്രൻ ഒരു പാലത്തിൻ്റെ അവിടെ വെള്ളമൊക്കെ കുടിച്ച ശേഷം ലച്ചുവിനെ കെട്ടാനുള്ള താലിയുമായിട്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അവർ വരുന്ന വണ്ടിയും കാത്താണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ലച്ചുവിനെ കല്യാണം കഴിക്കാനായിട്ട് താലി എടുത്തതും നിർത്തടാന്നും പറഞ്ഞ് അന്ന് കുഞ്ഞൂട്ടൻ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയതും സഞ്ജു വിവാഹം കഴിച്ചുകൊണ്ട് പോയതുമൊക്കെ ദേഷ്യത്തോടെ അമർഷത്തോടു കൂടി നരേന്ദ്രൻ ഓർക്കുന്നുണ്ട്. ഇതേസമയം ഡ്രൈവറോടൊപ്പം വണ്ടിയിൽ വരുന്ന ലച്ചു മുത്തശ്ശിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതിനുശേഷം ചേട്ടാ വെള്ളമുണ്ടോ വണ്ടിയിലെന്ന് തിരക്കുകയാണ്. അയ്യോ ഇല്ലല്ലോ മോളെ, നമുക്ക് വാങ്ങാം, അടുത്ത ജംഗ്ഷൻ എത്തട്ടെ എന്ന് രാഘവേട്ടൻ പറയുന്നുണ്ട്.
ഈ സമയത്ത് പാലത്തിനടുത്ത് നിൽക്കുന്ന നരേന്ദ്രൻ്റെ അടുത്തേക്ക് വണ്ടിയെ നോക്കാനായി അയച്ച നരേന്ദ്രൻ്റെ ഗുണ്ടകൾ എത്തുന്നുണ്ട്. അന്നേരം വണ്ടി കണ്ടെത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ജംഗ്ഷനിൽ ആളെ നിർത്തിയിട്ടുണ്ട്, ഇനി ഇതുവഴി വരാനാണ് സാധ്യത എന്നൊക്കെ അവർ പറയുകയാണ്. ഈ ഒരു സമയത്ത് നരേന്ദ്രൻ നിൽക്കുന്ന പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കുള്ള ജംഗ്ഷനിലേക്ക് വണ്ടി നിർത്തുന്നുണ്ട് ഡ്രൈവർ. എന്നിട്ട് ലച്ചുവിനൊരു വെള്ളം വാങ്ങിച്ച് കൊടുക്കുകയാണ്. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ലക്ഷ്മി ആ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നരേന്ദ്രൻ ലക്ഷ്മിയെ കാണുകയാണ്. എടിയെന്ന് ഉറക്കെ വിളിക്കുകയാണ് നരേന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് തന്നെ. അന്നേരം അതുകൊണ്ട് നരേന്ദ്രൻ്റെ വിളിശബ്ദം കേട്ട് പേടിച്ച് നോക്കുകയാണ് ലച്ചു. ഈ സമയത്ത് ഗുണ്ടകളോട് നരേന്ദ്രൻ പിടി അവളെ എന്ന് പറയുന്നുണ്ട്. നരേന്ദ്രനെയും ഗുണ്ടകളെയും കണ്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഓടുകയാണ് ലക്ഷ്മി. ഈ സമയത്ത് ഡ്രൈവർ വണ്ടിയുമെടുത്ത് ലക്ഷ്മിയുടെ പുറകെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം നീ എൻ്റെ പെണ്ണിനെയും കൊണ്ട് കടന്നു കളയാൻ ശ്രമിച്ചോടാന്നും പറഞ്ഞ് ഡ്രൈവറെ അടിക്കുകയാണ് നരേന്ദ്രൻ. തുടർന്ന് ലക്ഷ്മി ഓടുകയും പുറകെ ഗുണ്ടകളും നരേന്ദ്രനും ഓടുകയാണ്. ഈ സമയത്താണ് വിഷ്ണുവിൻ്റെ ജീപ്പ് ആ വഴി വരുന്നത്. ലക്ഷ്മി ഓടി വിഷ്ണുവിൻ്റെ ജീപ്പിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. ലക്ഷ്മി ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും വിഷ്ണു ജീപ്പ് നിർത്തുന്നുണ്ട്. അങ്ങനെ ധൈര്യമായിട്ട് വിഷ്ണുവിനെ നോക്കി നിൽക്കുകയാണ് ലക്ഷ്മി. ഈ സമയത്ത് ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു വിഷ്ണു. ഒരു കൈ ജീപ്പിൻ്റെ ബോണറ്റിലേക്കും ഒരു കൈ വിഷ്ണു തൻ്റെ നടുവിനും കൊടുത്ത് ചിരിച്ചങ്ങനെ എന്താണ് പ്രശ്നം എന്നിങ്ങനെ ഗുണ്ടകളെ നോക്കി ചോദിക്കുകയാണ്. അന്നേരം അതിലൊരാൾ ഒരു പ്രശ്നവുമില്ല, നീ അങ്ങ് പോയേ എന്ന് പറയുന്നു. അതെങ്ങനെ മാറും, ഇതിപ്പോൾ സംഗതി ക്ലിയർ അല്ലേ? നാട്ടുംപുറം നട്ടുച്ച ഒരു പെണ്ണ് പ്രാണന് വേണ്ടി ഓടുന്നു, 4 എണ്ണം ജീൻസും ടീഷർട്ടുമൊക്കെ ഇട്ട് പിന്നാലെ ഇങ്ങനെ കൂടുന്നു. ഇനിയിപ്പോൾ നിങ്ങളെ അയച്ചതാരാണെന്നും കൂടി പറഞ്ഞാൽ മതി, നമുക്കൊരു സ്റ്റണ്ട് സീൻ എങ്ങനെ തുടങ്ങാം എന്ന് വിഷ്ണു പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഞാനാണ് എന്നും പറഞ്ഞ് മുന്നിലേക്ക് വരുന്നുണ്ട് നരേന്ദ്രൻ. നരേന്ദ്രനെ കണ്ട് പേടിച്ച് പുറകോട്ട് മാറുകയാണ് ലച്ചു. ഈ സമയത്ത് വിഷ്ണുവും നരേന്ദ്രനും മുഖാമുഖമായിട്ട് നിൽക്കുന്നു. ഇത്രയും ആകുമ്പോഴേക്കും ഈ മഹാ എപ്പിസോഡ് സംഗമം അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.